ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം 3 വർഷം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഡിസംബർ, അതായത് 2022 ജനുവരിയിൽ തുടങ്ങി 22, 23, 24 ഇവിടെ കംപ്ലീറ്റ് ആവുകയല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ 3-ാം വർഷം കഴിഞ്ഞ് 4-ാം വർഷത്തേക്ക് കടക്കായി. അടുത്ത ജനുവരിയൊക്കെ വരുന്നതോടുകൂടി 2025 വരാനായല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചാനലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഓർമ്മകളായി, അതുപോലെ ചാനലിൽ ഇപ്പോൾ നമ്മൾ ചാനലിൽ തന്നെ ആണെങ്കിലും ഇപ്പോൾ ഇന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പറയുന്നത് ചാനലിൻ്റെ ആ ഒരു പേര് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതാണ് പറയുന്നത്. ഈ ചാനലിന് ഇപ്പോൾ നമ്മളിപ്പോൾ ചാനലിൻ്റെ പേര് എന്ന് പറയുമ്പോൾ വ്യൂസ് വിത്ത് രാജൻ. അപ്പോൾ ആ ഒരു പേര് ഇട്ടതിൻ്റെ പിന്നിലുള്ളൊരു കാര്യങ്ങൾ, അതിനുള്ളൊരു കാരണങ്ങൾ, അങ്ങനെ അതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത്. ചാനലായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ഒരു നീണ്ട വർഷങ്ങൾ തന്നെയാണ്, ഒരു 3 വർഷം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ടല്ലോ സമയം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള ഓർമ്മകൾ, ഇത് തുടങ്ങിയ സമയത്തുള്ള ഓർമ്മകൾ ഇപ്പം ഇങ്ങനെ, ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇത് ഓർത്തെടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ ഒരു കൗതുകമുള്ള കാര്യങ്ങളാണ്. അപ്പം അന്ന് ഇത്രയും ദിവസേന എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ഇവിടെ ചിത്രീകരിക്കുന്നു, എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി ഇങ്ങനെ മാറ്റുന്നു. അപ്പം ആ ഒരു തിരക്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, ആ വന്ന ആ സമയത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അതൊരു രസമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത്. അപ്പം എന്താ വെച്ചാൽ ഒരു ചാനൽ ഇപ്പോൾ ഈ ജനുവരി 2022 തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം ഒരു 2021 ഒരു ജൂൺ മാസം മുതൽക്ക് തന്നെ ചാനൽ തുടങ്ങുന്ന കാര്യം കുറേ മുമ്പേ ആലോചിച്ച് വെച്ചതാണ്. പിന്നെ അങ്ങനെ നീണ്ടു പോയതാണിത്. അപ്പോൾ ഈ ഒരു ജനുവരിയിൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 6 മാസം മുമ്പ് 2021 ഒരു ജൂൺ, ജൂലൈ ആ ഒരു സമയം മുതൽക്ക് ഈ ചാനലിൽ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ചാനലായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, അതിന് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിന് വാങ്ങി വയ്ക്കേണ്ട ഉപകരണങ്ങൾ, മറ്റു കാര്യങ്ങൾ, എല്ലാ പ്രിപ്പറേഷൻസും 6 മാസം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബിലെ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ അങ്ങനെ ആ ഒരു വഴിക്ക് അത് എല്ലാം നോക്കണം. ക്യാമറേൻ്റെ കാര്യങ്ങൾ, ലൈറ്റിൻ്റെ കാര്യങ്ങൾ, മൈക്ക്, അങ്ങനെ എല്ലാം നമ്മൾ തുടക്കം മുതൽ തന്നെ സാധാരണ ഉപയോഗിച്ച് വരുന്ന എല്ലാ ഇതിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ തുടക്കത്തിൽ ജസ്റ്റ് ഇപ്പോൾ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയല്ല. നമ്മൾ ഈ തുടങ്ങുമ്പോൾ തന്നെ എല്ലാ ഉപകരണങ്ങളോട് കൂടി തന്നെയാണ് സജ്ജീകരണങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. തുടങ്ങി കഴിഞ്ഞിട്ടല്ല പിന്നെ ഒന്നും വാങ്ങുന്നത്. പിന്നീട് ഇങ്ങനെ ഓരോ ഉപകരണങ്ങൾ, ചിലപ്പോൾ ക്യാമറ ആണെങ്കിലും മൈക്കാണെങ്കിലും ലൈറ്റുകളൊക്കെ ഇങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പോകും. അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് കംപ്ലൈൻറ്റ് വരുമ്പോൾ പുതിയത് മാറ്റുന്നു എന്നുള്ളതല്ലാതെ ഈ തുടങ്ങുമ്പോൾ തന്നെ ഒരു യൂട്യൂബ് ചാനലിന് തുടങ്ങുമ്പോൾ വേണ്ട ഉപകരണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നേരത്തെ എൻ്റെ കയ്യിലുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഒരുക്കത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും അതൊക്കെ റെഡി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് പ്രധാനമായിട്ട് ചാനൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, കാരണം ആ ചാനൽ നമ്മൾ ജനങ്ങൾ അറിയുന്നത് ഈ പേരിലാണ്. ചാനലിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ്, ഇപ്പോൾ ഏതൊക്കെ വീഡിയോസ് ഇടുന്നു, മറ്റ് കാര്യങ്ങൾ, അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണല്ലോ. ആദ്യം തന്നെ ഈ ഒരു ചാനൽ ഇപ്പോൾ നമ്മൾ ഏതൊരാളും മനസ്സിൽ ഓർക്കുക ഈ ചാനലിൻ്റെ പേരാണ്. അത് ഏത് കാര്യമാണെങ്കിൽ അങ്ങനെയുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഏത് കാര്യത്തിലും, ഇപ്പോൾ ഒരു ബസ്സാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ സാധാരണ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ, നമ്മൾ ആ ബസ്സിൻ്റെ ഒരു പേര് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും, ഒരു സിനിമയാണെങ്കിൽ എല്ലാം ആദ്യം നമ്മൾ വരുമ്പോൾ എപ്പോഴും ഇതിൻ്റെ പേരിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതും നല്ല ആലോചിച്ച് തന്നെ നമ്മൾ ആ പേര് തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചാനൽ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയണം, അത് അവർക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ പേര്, നമ്മൾ എന്തെങ്കിലും ഒരു പേര് വേഗം കിട്ടിയത് എന്തെങ്കിലും ഒരു പേരിടുക, അങ്ങനെ ഒരു പേര് ഇട്ടിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. മാത്രമല്ല പിന്നെ വേറൊരു കാര്യം കൂടി എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ആദ്യം ഒരു പേര് ഇട്ടു, പല ചാനലുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. പിന്നീട് അത് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് ഒരു 5-6 മാസം കഴിഞ്ഞ ശേഷം ഈ ഒരു പേര് മാറ്റുന്ന രീതികൾ കണ്ടിട്ടുണ്ട് ചില ആൾ. ശരിക്കും അത് സത്യത്തിൽ അത് നമുക്കൊരു യോജിച്ച രീതിയല്ല. കാരണം ആദ്യം തന്നെ അത് പേര് സെലക്ട് ചെയ്യണം. എന്നാൽ പിന്നീട്, കാരണം അത് മാറ്റുമ്പോൾ ആളുകളെ മനസ്സിൽ കുറച്ച് സമയം, ഇപ്പോൾ നമ്മളൊരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഈ ഒരു പേര് അത്രയും പ്രേക്ഷകർ കണ്ടവർക്കും ഈ കാണാത്തവർക്കും ഈ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ യൂട്യൂബിൻ്റെ ആ ഹോം പേജിൽ തന്നെ ഈ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ചാനലിൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഈ പേര് ചിലപ്പോൾ ചിലവരെ മനസ്സിലുണ്ടായിരിക്കും. ജസ്റ്റ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കാണുന്നുണ്ടല്ലോ പല ചാനലുകളിലും, ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും ഇത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ പേരിന് ഭയങ്കര, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല.
പേരെപ്പോഴും നമ്മൾ ആ ഒരു സ്ഥിരതയിൽ നിൽക്കണം. ഇതിന് എല്ലാ ഇതിലും പേരാണെങ്കിലും അതുപോലെ നമ്മൾ ആ വീഡിയോയിൽ വരുന്ന രീതികൾ, ഇപ്പോൾ നമ്മൾ ഇൻട്രോഡക്ഷനൊക്കെ കണ്ടില്ലേ, എല്ലാം ആ പറയുന്നത് ഇൻട്രോ പറയുന്നതിൽ വരെ നമ്മളൊരു സ്ഥിരത ഉണ്ടെങ്കിൽ വെച്ചാൽ അത് ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഒരു ഓർമ്മയിലുണ്ടായിരിക്കും. അതുപോലെയാണ് ഇപ്പോൾ പേരിൻ്റെ കാര്യം പറയുന്നത്. പേരിന് അപ്പോൾ ഞാൻ അങ്ങനെ പേരിലുള്ള പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇപ്പോൾ ടെക്ക് ആയിട്ട്, അതായത് സാങ്കേതികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് റിലേറ്റ് ചെയ്ത പേരിടുക. ഇപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ്, അതുപോലെ നമ്മളിപ്പോൾ എൻ്റെ തന്നെയാണ് ഇപ്പോൾ രാജൻസ് ടെക് ചാനൽ, അല്ലെങ്കിൽ ടെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പേര് നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ അത് ചെയ്യുന്ന ആൾക്ക് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. മ്യൂസിക്കാണെങ്കിൽ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പേര് തിരഞ്ഞെടുക്കുന്നു. അതുപോലെ ഇപ്പോൾ ഫുഡാണെങ്കിൽ അങ്ങനെ ഏതാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ് പേര് തിരഞ്ഞെടുക്കുന്നത്. എങ്കിലേ നമുക്ക് ആളുകൾക്ക് കാണുന്ന ഇത് ഇന്ന വിഷയങ്ങളാണ് ഇതിൽ കൂടുതൽ ഉണ്ടായിരിക്കുക എന്നുള്ള, അപ്പോൾ അത് തന്നെ ആയിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അത് തന്നെ കൂടുതൽ ചെയ്യും വേണം. അപ്പോഴാണ് ആ പേര് തിരഞ്ഞെടുക്കുന്നതിൽ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമയത്ത് പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ തുടങ്ങുന്ന സമയത്തും ഈ നിമിഷം വരെയാണെങ്കിലും ഇനിയിപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോകുന്ന കാര്യത്തിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്യണതാണ് എനിക്ക്, അതാണ് കൂടുതൽ താല്പര്യം. ഏതെങ്കിലും ഒരു വീഡിയോ മാത്രം ചെയ്യുന്നതല്ല, ഏത് തരത്തിലുള്ള വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ഒരു ക്യാമറയൊക്കെ ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ നമ്മളെ ചില ശീലങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ ഓഡിയൻസ്, നമ്മളെ പ്രേക്ഷകർക്ക് അനുസരിച്ചും തീരുമാനങ്ങൾ എടുക്കണം. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കൂടുതൽ കാണുന്നത് നമ്മൾ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ അർത്ഥം ഇത് ഒരു കുക്കിംഗ് ചാനലേ അല്ല, ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം മറ്റൊരാൾക്ക് ഇങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് നമ്മൾ ഒന്ന് പഠിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ചാനലും അല്ല. അതല്ല നമ്മൾ ഉദ്ദേശങ്ങളും, അതല്ല ആ രീതിയിലും അല്ല ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നത് യാദൃച്ഛികമായിട്ട് നമ്മൾ ഓരോന്ന് പരീക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തില ഭക്ഷണം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഭക്ഷണം വരും എന്നുള്ളത് അതൊക്കെ ഉണ്ട്. പക്ഷേ അത് ഏത് രീതിയിൽ എന്നല്ല, ചിലപ്പോൾ നമ്മൾ ഹോട്ടൽ വീഡിയോസ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഷോപ്സ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാനലിനൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, വീഡിയോയ്ക്കല്ല, നമ്മൾ ചാനലിന് മൊത്തം. നമ്മളിപ്പോൾ മോർ എബൌട്ട് ദിസ് ചാനൽ എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്നുണ്ടല്ലേ നമ്മളെ ചാനലിൻ്റെ പേരിൻ്റെ താഴെ. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുള്ളതൊക്കെ. അതൊക്കെ പ്രേക്ഷകർക്ക് ഇത് നമ്മൾ ഈ ചാനലിൽ ഓരോ വീഡിയോസും സെർച്ച് ചെയ്യാതെ തന്നെ ഈ ചാനലിൽ ഇന്നതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും, അവർക്കൊരു അറിവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഒക്കെ മറ്റ് ഓരോ കാര്യങ്ങളാണ്. ഈ പേരിലേക്ക് വരികയാണെങ്കിൽ പേരിൻ്റെ കാര്യത്തിൽ ഇതാണ്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്ന വെച്ചാൽ എനിക്ക് ജനറലായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടെക്കായിട്ട് ബന്ധപ്പെട്ട് പേരിടാൻ പറ്റില്ല, അത് ഇട്ടിട്ട് ഭക്ഷണം ചെയ്യുന്നത് ശരിയാവില്ല. അപ്പോൾ ഒരു ഇതില്ല, അല്ലെങ്കിൽ പിന്നെ അത് മൂന്നും കൂടി ചേർത്തുകൊണ്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും പേരിടണം. അപ്പോൾ എന്തായാലും ഈ ചാനലിൽ എന്താണോ നമ്മൾ കണ്ടൻറ്റ് പ്രധാനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ചെയ്യുന്ന ആൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും, അതിന് തക്കമായ പേരാണ് ഇടേണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എല്ലാ തരത്തിലുള്ള വീഡിയോസ്, അത് പൊതുവെ വീഡിയോഗ്രാഫി ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, അവർക്ക് അത് താല്പര്യമുണ്ടായിരിക്കും. അവർ ഏതെങ്കിലും ഈ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല വീഡിയോഗ്രാഫിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടില്ല, ഓൾറെഡി അത് പഠിച്ചു വെച്ചതുകൊണ്ട് ഇവിടെ ഇത് കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഇവിടെയും അതുപോലെയുള്ള എല്ലാ കണ്ടൻറ്റുകളും, എല്ലാ തരത്തിലുള്ള കണ്ടൻറ്റുകൾ, അതിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോസ്, ഇനിയും ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂകളായിരിക്കാം, അതുപോലെ ഭക്ഷണത്തിൻ്റെ യാത്രകൾ, പിന്നെ ഇപ്പോൾ മറ്റ് തരത്തിലുള്ള വീഡിയോസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ആരാധനാലയങ്ങളായിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചൊരു പേര് തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ അതാണ്. ഇപ്പോൾ നമ്മൾ വ്യൂസ് വിത്ത് രാജൻ, അതല്ലെങ്കിൽ രാജൻ എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ പേരിൽ മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള കണ്ടൻറ്റ് വേല ചെയ്യാൻ, കാരണം അവിടെ ഒരു കാറ്റഗറി വരുന്നില്ല ആ സ്ഥാനത്ത്. അതാണ് പേരിടുമ്പോൾ അങ്ങനെ ഒരു സൗകര്യം, അതിനാണ് ഇപ്പോൾ ഈ പേര് ഇങ്ങനെ തന്നെ കൊടുത്തത്, അതായത് വ്യൂസ് വിത്ത് രാജൻ. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ എനിക്ക് പ്രേക്ഷകരെ പകർത്തി അത്, അപ്പോൾ ഈ കാണുന്ന ഒരു ചാനൽ നോക്കുന്ന ഒരാൾക്ക് ഇത് ഏതെങ്കിലും ഒരു അപ്പോൾ ഇതിലെല്ലാ തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാവും എന്നുള്ള അവർക്ക് പ്രതീക്ഷിക്കാം. കാരണം വെച്ചാൽ ആ പേരിൽ എവിടെയും നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റഗറീനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ കൂടുതൽ ചെയ്യുന്ന ഫുഡാവാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ അമ്മേൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, ഇവിടെ വീട്ടിൽ തന്നെയല്ലേ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടാണ് മേക്ക് ചെയ്യാൻ.
അപ്പോൾ അത് കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്. കൂടുതൽ ആളുകൾ കാണുന്നില്ലെങ്കിൽ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതായത് ഇത് മാത്രമേ ചെയ്യുന്നുള്ള അല്ലാതെ നമ്മളല്ലാത്ത വീഡിയോസ് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ ഇത് മാത്രം കാണുന്നവരായിരിക്കും ചിലവർ. അതുകൊണ്ടാണ് അവർ മറ്റു വീഡിയോസ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇനി ഒരുപാട് മറ്റ് പുറത്തുനിന്നുള്ള വീഡിയോസാണ് കൂടുതൽ ഇനി അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് കൂടുതലും പുറത്തുനിന്നുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണ് ഇഷ്ടം. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഇഷ്ടങ്ങൾ അതാണ്. പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് മാത്രം പ്രസക്തി ഇല്ല നമ്മുടെ ചാനലിൽ. കാണുന്ന പ്രേക്ഷകനാണല്ലോ, അത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതൊരു കുക്കിംഗ് ചാനലേ അല്ല. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസും ഫുഡിൻ്റെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് കുക്കിംഗ് ചാനലല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു കാറ്റഗറിയിലാണ് ഈ ചാനൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചാനലിനൊരു കാറ്റഗറീസും തിരഞ്ഞെടുക്കുന്ന രീതിയുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ ഹൗ ടു ആൻഡ് സ്റ്റൈലാണ് ഇപ്പോൾ കുക്കിംഗ് ചാനലൊക്കെ വരുമ്പോൾ വരിക. ഇപ്പോൾ ടെക്കാണെങ്കിൽ ടെക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ്. ഇപ്പോൾ ട്രാവൽ ആൻഡ് ഇവൻറ്റ്സ് വരും. നമ്മൾ ട്രാവൽ വീഡിയോസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കാൻ. നമ്മളിതിപ്പോൾ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ്, അത് നോർമലി ഒരു ഡിഫാൾട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സിലാണ് പോവുക വീഡിയോസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇത് കറക്റ്റായിട്ട് അത് തിരഞ്ഞെടുത്താണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള വീഡിയോസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കാറ്റഗറിയും തിരഞ്ഞെടുത്തത്, ഈ പേരും തിരഞ്ഞെടുത്തത്. അതാണ് ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം. നമ്മൾ ചെയ്യുന്ന ആൾ എന്താണോ അയാൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റ്, അതിനൊരു കാറ്റഗറി വരുന്നുണ്ടല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അത് തിരഞ്ഞെടുക്കാൻ നോക്കിയാൽ അതിൽ ചെയ്യാം. പിന്നെ അതിൽ നിന്ന് ഇടയ്ക്കൊക്കെ മാറിക്കൊണ്ട് ചെയ്യാം. പക്ഷെ നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് അതായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ പേരിൽ വന്നതുകൊണ്ട്, ഇപ്പോൾ എൻ്റെ പേരിൽ തന്നെ വന്ന ഒരു ചാനലായതുകൊണ്ട് വേറെ എവിടെ ഒരു കാറ്റഗറി നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഈ പേരിൽ, ടൈറ്റിലിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് കണ്ടന്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ പേര് തിരഞ്ഞെടുത്തത്. അതിപ്പോൾ ഞാൻ തന്നെ തിരഞ്ഞെടുത്താണ്. അതൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നതാണ്. കാരണം എനിക്ക് കൂടുതൽ ആലോചിച്ചിട്ടൊന്നുമില്ല. ഞാൻ ശരിക്കും എനിക്ക് തോന്നുന്ന ആദ്യത്തെ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു പേരുകളിൽ തന്നെ. കാരണം ഞാനത് ഉദ്ദേശിച്ചതാണ്, ഞാൻ എന്ത് കാണുന്നു അത് പ്രേക്ഷകർക്ക് എത്തിക്കുക. അത് ചിലപ്പോൾ ഇവിടെ ഭക്ഷണ വീഡിയോ ആണെങ്കിലും അതിന് ലോജിക്ക് ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത നമ്മളെ പ്രേക്ഷകർക്ക് ഞാനത് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ കണ്ടൻറ്റിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ലൊക്കേഷൻസിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ മാറുമെങ്കിലും അതാണ് ഈ പേര് തിരഞ്ഞെടുത്തിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ന് അതൊന്ന് പങ്കുവെക്കാമെന്ന് വെച്ചു. നമ്മളിപ്പോൾ ഇനി ഒരുപാട് ചാനലായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുപോലത്തെ പഴയ ഓർമ്മകൾ, ഈ തുടങ്ങിയതിന് ശേഷമുള്ളതുണ്ട്, അതുകൂടി നമ്മളിതിലിങ്ങനെ ഉൾപ്പെടുത്തി പോകും. നമ്മൾ ആ ഒരു 4ാമത്തെ വർഷമൊക്കെ ഇങ്ങനെ കടന്ന് പോവല്ലേ, അതിലേക്ക് വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.